ഹായ് എവരി വൺ. കേരളത്തിന്റെ പുറത്ത് NIT IIT അല്ലാതെ നല്ലൊരു എഞ്ചിനീയറിംഗ് കരിയർ പടുത്തുയർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള നിരവധി എഞ്ചിനീയറിംഗ് കോളേജുകളും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. പല വിദ്യാർത്ഥികളും ഇത്തരം കോളേജുകളെ കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. മാക്സിമം അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ NIT IIT അല്ലാതെ കേരളത്തിന്റെ പുറത്തുള്ള നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളും ക്യാമ്പസുകളും യൂണിവേഴ്സിറ്റികളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. NIT IIT കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, തമിഴ്നാട്. പല ക്രൈറ്റീരിയയിൽ വരുന്ന റാങ്കിങ്ങിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ക്യാമ്പസാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിലേക്കുള്ള അഡ്മിഷൻ അവർ നേരിട്ട് നടത്തുന്ന VITEEE എന്ന എൻട്രൻസ് എക്സാം വഴിയാണ് അവിടേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് അണ്ണാ യൂണിവേഴ്സിറ്റിയിലുള്ള എഞ്ചിനീയറിംഗ് ക്യാമ്പസുകൾ. അവിടേക്കുള്ള അഡ്മിഷനും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം വഴിയാണ് നടക്കുന്നത്. ദാറ്റ് ഇസ് TNEA എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. അടുത്ത തമിഴ്നാട് തന്നെ വരുന്ന നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ് അമൃത വിശ്വ വിദ്യാപീഠം എന്ന് പറയുന്നത്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൽ അണ്ടറിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ നല്ല ഡിമാൻഡുള്ള കോഴ്സുകളാണ്. നല്ല പ്ലേസ്മെന്റുകളൊക്കെ ഓഫർ ചെയ്യുന്ന ക്യാമ്പസാണ് ഈ അമൃത വിശ്വ വിദ്യാപീഠം എന്ന് പറയുന്നത്. അവിടെ AEEE JEE മെയിൻ AEEE എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാം ആണ്, സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്. അതിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതുപോലെ JEE മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റ് വഴിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ദെൻ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതും വരുന്നത് തമിഴ്നാടാണ്. അത് SRM ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. അതുവഴിയാണ് അവിടേക്കുള്ള അഡ്മിഷൻ. അതും നല്ല റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ആണ്. തബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഇത് പഞ്ചാബാണ് ക്യാമ്പസ് വരുന്നത്. JEE മെയിൻ വഴി തന്നെയാണ് അവിടേക്കുള്ള അഡ്മിഷൻ. JEE മെയിൻ്റെ റാങ്ക് പെർസെൻറ്റേജ് ബേസ്ഡ് ആയിട്ടാണ് അവിടേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. എഞ്ചിനീയറിംഗ് കരിയർ ആഗ്രഹിച്ച് നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ പഞ്ചാബിലാണ് ക്യാമ്പസ് വരുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. രാജസ്ഥാനിലാണ് ക്യാമ്പസ് വരുന്നത്. പക്ഷേ വളരെ നല്ല ക്യാമ്പസാണ്. നല്ല പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ള ക്യാമ്പസാണ്. അവിടെ BITSAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം വഴിയാണ് അവിടേക്കുള്ള അഡ്മിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വളരെ ഫേമസ് ആയ ജാമിയ മില്ലിയ ഇസ്ലാമിയ, ന്യൂഡൽഹി. അതായത് ജാമിയ മില്ലിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. ന്യൂഡൽഹിയിലാണ് ക്യാമ്പസ്. പല വാർത്തകളിലും നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരിക്കും ഈ ജാമിയ മില്ലിയ എന്ന് പറയുന്നത്. വളരെ നല്ല കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടേക്കുള്ള അഡ്മിഷൻ JEE മെയിൻസ് വഴി തന്നെയാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഒരു സെപ്പറേറ്റ് ക്യാമ്പസാണ്, സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെയും എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അതിന് സെപ്പറേറ്റ് അഡ്മിഷൻ കൗൺസിലിംഗ് ഉണ്ട്. JAC ഡൽഹി കൗൺസിലിംഗ് വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. അടുത്തത് അമിറ്റി യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശ്. അതും നല്ലൊരു ഓപ്ഷനാണ്. അവിടേക്കുള്ള എൻട്രൻസ് എക്സാം JEE മെയിൻസും +2 സ്കോറും ബേസിൽ അവിടേക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ദെൻ വളരെ ഫേമസ് ആയ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശ്. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ BTech ക്യാമ്പസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ആ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള വരുന്ന ക്യാമ്പസാണ്. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാമ്പസാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ BTechന്റെ ക്യാമ്പസ് എന്ന് പറയുന്നത്. അത് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്. AMUEEE എന്നാണ് ആ എക്സാമിൻ്റെ പേര്. അവസാനമായി ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി, പഞ്ചാബ്. ഇതും നല്ല ക്യാമ്പസാണ്. നല്ല പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്ന ക്യാമ്പസാണ്. BTech നല്ല റാങ്കിങ്ങിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് CUCET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം വഴിയാണ്. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് ആ എൻട്രൻസ് എക്സാമിന്റെ പേര്. സോ ഇത്രയുമാണ് കേരളത്തിന്റെ പുറത്ത് NIT IIT അല്ലാതെ മറ്റു എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഈ ഇൻഫർമേഷൻസ് മാക്സിമം യൂസ് ചെയ്യുക. നല്ലൊരു എഡ്യൂക്കേഷണൽ കരിയർ പടുത്തുയർത്തുക. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you so much.